Hi all, welcome to the exam oriented preparation class of engineering graphics for first year KT students. അപ്പോൾ ഈ ഒരു ക്ലാസ് ഫസ്റ്റ് ഇയർ KT സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ക്ലാസ് ആണ്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ പ്രിപ്പറേഷൻ ക്ലാസ് ആണ്. ഇത് ഒരു കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ് അല്ല, അതൊരു എക്സാമിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉള്ളൊരു റിവിഷൻ ക്ലാസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്ക് സിലബസ് നോക്കാം. അപ്പോൾ നമുക്ക് 5 മോഡ്യൂളുകളാണ് നമുക്ക് എക്സാമിന് ഉള്ളത്. ഈ 5 മൊഡ്യൂൾ എന്നുള്ള ടോപ്പിക്സുകളാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഒന്നാമത്തെ മൊഡ്യൂൾ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് റെലവൻസ് ഓഫ് ടെക്നിക്കൽ ഡ്രോയിങ് ഇൻ എഞ്ചിനീയറിംഗ് ഫീൽഡ്, ടൈപ്സ് ഓഫ് ലൈൻസ്, ഡയമെൻഷനിങ്, BIS കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ ടെക്നിക്കൽ ഡ്രോയിങ് എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ക്വസ്റ്റ്യനായിട്ട് ഇതുമായിട്ടും ചോദിച്ചിട്ടില്ല, അതൊരു ക്വസ്റ്റ്യനായിട്ട് ഇങ്ങനെ വരുന്നതല്ല. പിന്നീട് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആൻഡ് ലൈൻസ്, പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ഇൻ ഡിഫറെൻറ്റ് ക്വാഡ്രൻസ്, പ്രൊജക്ഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ഇൻക്ലൈൻ ടു വൺ പ്ലെയിൻ ആൻഡ് ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻസ്, traces of lines, inclination of lines with the reference planes, true length of line inclined to both the reference planes. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എല്ലാ മൊഡ്യൂളും നമുക്ക് 20 മാർക്ക് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 5 മൊഡ്യൂളിൽ നിന്നും 20 മാർക്ക് വെച്ചിട്ടാണ്, ഓരോ മൊഡ്യൂളും 20 മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ് എന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ നിന്ന് തന്നെയാണ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. പിന്നീട് രണ്ടാമത്തെ മൊഡ്യൂൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രൊജക്ഷൻ ഓഫ് സിമ്പിൾ സോളിഡ്സ് സച്ച് ആസ് ട്രയാങ്കുലർ, റെക്ടാങ്കുലർ, സ്ക്വയർ, പെൻറ്റഗണൽ ആൻഡ് ഹെക്സഗണൽ പ്രിസംസ്, പിരമിഡ്സ്, കോൺ ആൻഡ് സിലിണ്ടർ, പ്രൊജക്ഷൻ ഓഫ് സോളിഡ് ഇൻ സിമ്പിൾ പൊസിഷൻ ഇൻക്ലൂഡിംഗ് പ്രൊഫൈൽ വ്യൂ, projection of solids with axis inclined to one reference planes and with axis inclined to both reference planes. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 2-ൽ വരുന്നത്. മൊഡ്യൂൾ 3-ൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻസ് ഓഫ് സോളിഡ്സ് ആണ്. അതായത് സോളിഡ്സിനെ കട്ട് ചെയ്തതിന് ശേഷമുള്ള പോർഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് സെക്ഷൻസ് ഓഫ് സോളിഡ്. അപ്പോൾ അതിൻ്റെ സെക്ഷൻ ചെയ്ത ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻസ് ഓഫ് സോളിഡ്സിനകത്ത് ചോദിക്കുന്നത്. സെക്ഷൻസ് ഓഫ് പ്രിസം, പിരമിഡ്സ്, കോൺസ്, cylinder with axis in vertical position and cut by different section planes, true shape of sections, also locating the section plane when the true shape of the section is given. അപ്പോൾ ഇതാണ് നമ്മൾ സെക്ഷൻസ് ഓഫ് സോളിഡ്സ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഇനി ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ സെക്ഷൻസ് ഓഫ് സോളിഡ്സും അല്ലെന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് സർഫസ് ഇതിൽ നിന്നാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻ വരുന്നതിനകത്ത് ഒരെണ്ണം സെക്ഷൻസ് ഓഫ് സോളിഡ്സും ഒരെണ്ണം ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസും ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടിൽ നിന്നായിരിക്കും നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം വരയ്ക്കേണ്ടി വരുന്നത്. കൂടുതലും അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ് ഓഫ് ദ എബോവ് സോളിഡ്സ് ആൻഡ് സോളിഡ്സ് കട്ട് ബൈ ഡിഫറെൻറ്റ് സെക്ഷൻ പ്ലെയിൻസ്. അപ്പം നമ്മൾ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ ചെയ്ത സോളിഡിൻ്റെ അതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളുമാണ് ഈ രണ്ടാമത്തെ സെക്ഷനകത്ത് വരുന്നത്. ഓൾസോ ഫൈൻഡിങ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഓൺ ദ സർഫസ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പ്രോബ്ലംസ് ഒക്കെ ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ദെൻ മൊഡ്യൂൾ 4 ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഐസോമെട്രിക് വ്യൂ ആൻഡ് പ്രൊജക്ഷൻസ് ഓഫ് പ്രിസം, പിരമിഡ്സ്, കോൺ, സിലിണ്ടർ, ഫ്രസ്റ്റം ഓഫ് പിരമിഡ്, ഫ്രസ്റ്റം ഓഫ് കോൺ, സ്ഫിയർ, ഹെമിസ്ഫിയർ ആൻഡ് ദെയർ കോമ്പിനേഷൻസ്. ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് ഐസോമെട്രിക് പ്രൊജക്ഷനും ഐസോമെട്രിക് വ്യൂവും ആണ് വരുന്നത്. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷനും ഐസോമെട്രിക് വ്യൂ നമുക്ക് ഏതിൻ്റെയൊക്കെയാണ് വരയ്ക്കാനുള്ളത്? പ്രിസം, പിരമിഡ്, കോൺ, സിലിണ്ടർ, ഫ്രസ്റ്റം ഓഫ് പിരമിഡ്, ഫ്രസ്റ്റം ഓഫ് കോൺ, സ്ഫിയർ, ഹെമിസ്ഫിയർ ആൻഡ് ദെയർ കോമ്പിനേഷൻ. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ 5 പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനാണ് നമുക്ക് 5ാമത്തെ മൊഡ്യൂൾ വരുന്നത്. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻസ് ഓഫ് പ്രിസം, പിരമിഡ്സ് വിത്ത് ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ ഗ്രൗണ്ട് പ്ലെയിൻ, ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പിക്ചർ പ്ലെയിൻ. അപ്പോൾ ഇതിനകത്ത് ഫുൾ നമുക്ക് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനാണ് വരുന്നത്. നമുക്ക് ഒരു 3 ഡയമെൻഷണൽ പ്രൊജക്ഷൻ തന്നെയാണ്. നമുക്ക് ഐസോമെട്രി പോലെ 3 ഡയമെൻഷണൽ പ്രൊജക്ഷനാണ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പ്രിസത്തിൻ്റെയും പിരമിഡിൻ്റെയും പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻസ് ആണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് ടോപ്പിക്, അതായത് 5ാമത്തെ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് പിക്ചറിയൽ വ്യൂസ്. ദാറ്റ് ഈസ് കൺവേർഷൻ ഓഫ് പിക്ചറിയൽ വ്യൂസ് ഇൻടു ഓർത്തോഗ്രാഫിക് വ്യൂസ് ആൻഡ് വൈസ് വെർസ. അപ്പോൾ തിരിച്ച് ഒരു പിക്ചറിയൽ വ്യൂ തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഓർത്തോഗ്രാഫിക് വ്യൂ വരയ്ക്കാനായിട്ടുള്ള ചോദ്യം നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു സെക്ഷനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ മൊഡ്യൂൾ 5-ൽ പെർസ്പെക്റ്റീവ് വ്യൂ അല്ലെന്നുണ്ടെങ്കിൽ കൺവേർഷൻ ഓഫ് പിക്ചറിയൽ വ്യൂ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒന്നുകിൽ ഒരു പാർട്ടിൽ നമുക്ക് ഈ പെർസ്പെക്റ്റീവ് വ്യൂ തരും, അതിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് വരുന്നത് കൺവേർഷൻ ഓഫ് പിക്ചോറിയൽ വ്യൂ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് സിലബസ് വരുന്നത്. നമുക്കതിൻ്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം.